സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. തദ്വിത്തി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. ഇവിടെ ശരിയായിട്ടുള്ള ഗുരു ശിഷ്യ ബന്ധത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ശിഷ്യൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ഗ്രഹിച്ചെടുത്തോ എന്ന് അന്വേഷിക്കേണ്ടത് ഒരു ഉത്തമ ഗുരുവിന്റെ ചുമതലയാണ്. അങ്ങനെയാണ് അർജുനോട് ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഗ്രഹിച്ചെടുത്തോ, നിന്റെ അജ്ഞാനം നിന്റെ മോഹമൊക്കെ മാറിപ്പോയോ എന്നൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അതിന് മറുപടി പറയുന്നുണ്ട്. നഷ്ടഃ മോഹ നഷ്ടോ മോഹ, എന്റെ അജ്ഞാനവും അവിവേകവും നഷ്ടമായി കഴിഞ്ഞു, അത് എന്നിൽ നിന്ന് അകന്നു കഴിഞ്ഞു, അതെന്നിൽ നിന്ന് നശിച്ചു കഴിഞ്ഞു. സ്മൃതിർ ലബ്ധ, സ്മൃതി തിരിച്ചു കിട്ടി, അഥവാ ധർമാധർമ്മ വിവേകിയായി. ധർമ്മങ്ങളും അധർമ്മങ്ങളും തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലുള്ള വിവേകം, അതിന്റെ പേരിലുള്ള ഡെലൂഷൻ, മോഹങ്ങള് ഇപ്പൊ എനിക്കില്ല, മോഹിതമായിട്ടുള്ള അവസ്ഥ ഇപ്പൊ എനിക്കില്ല. ധർമ്മ അധർമ്മങ്ങള്, ധർമാധർമ്മങ്ങൾ ആണ് ധർമ്മവും അധർമ്മവും. ധർമാധർമ്മങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന അവിവേകത്തെയാണ് നമ്മൾ മോഹം എന്ന് പറയുന്നത്. അതിൽ മോഹിതനായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ അവിവേകം എന്ന് പറയുന്നത്, വിവേകമില്ലായ്മ. ഇത്രയും ആയപ്പോൾ മാത്രമാണ് ഭഗവാൻ തന്റെ ഉപദേശം നിർത്തിയത്. അതുകൊണ്ട് തന്നെ ഗുരുകുലത്തിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ചിലര് 10 കൊല്ലം പഠിക്കണമെന്നും ചിലപ്പോൾ ചിലർക്ക് 20 കൊല്ലം പഠിക്കേണ്ടി വരും. നമ്മുടെ അക്കാഡമിക് സമ്പ്രദായം പോലില്ല ഗുരുകുല സമ്പ്രദായം. എപ്പോഴാണ് അയാൾ പെർഫെക്റ്റ് ആകുന്നത്? അയാൾ പെർഫെക്റ്റായി തന്റെ ശിക്ഷണം പരിപൂർണമായിട്ട് വേണ്ടുന്ന വിധത്തിൽ ഏറ്റുവാങ്ങി തന്റെ ശിഷ്യൻ എന്ന് എപ്പോഴാണോ ഗുരുവിന് തോന്നുന്നത് അതുവരെയാണ് അവിടെ പഠിപ്പുണ്ടാകുക. ഇതാണ് ഗുരു ശിഷ്യ സമ്മേളനത്തിന്റെ വേദപ്പെരുമ. വേദത്തിലൂടെ പറയുന്ന മഹിമ അതാണ്. ഈ പെരുമ നമ്മളുടെ വേദവേദാന്ത ഭൂമികയിൽ എങ്ങും എപ്പോഴും നിരന്ന് കിടക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഗീതയേക്കാൾ ഉപരിയായിട്ട് ഉപനിഷത്തിൽ അത് കാണാൻ കഴിയും. നചികേതസ്, യമധർമ്മൻ, അതൊക്കെ ഒരു വലിയ ഉദാഹരണങ്ങളാണ്. നചികേതസിന്റെയും യമധർമ്മന്റെയും ചർച്ച അത് ഏറ്റവും നല്ല ഉദാഹരണം അതാണെന്ന് പറയാം. ആയതുകൊണ്ട് തന്നെ വിവേകാനന്ദൻ അതുമ്പ തന്നെ കയറിപ്പിടിച്ചത്. നചികേതസ് എന്നുള്ള വാക്ക് വിവേകാനന്ദൻ പ്രത്യേകിച്ചും ഈ സ്റ്റുഡൻസ് ഒക്കെ ഇരിക്കുന്ന സദസ്സുകളിൽ വീണ്ടും 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 ആവർത്തിക്കാറുണ്ട്. എന്താണ് ഗുരുശിഷ്യബന്ധം എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗം കഠോപനിഷത്തിലൂടെ കടന്നു പോകുന്നതാണ്. യഥാർത്ഥ ഗുരുവിന്റെ മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയാനുള്ള കരുത്തുണ്ടാവണം, നോളജ് ഉണ്ടാകണം. 2, അറിയിക്കാനുള്ള കരുത്തുണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ സ്റ്റേറ്റ് റാങ്ക് കിട്ടിയ ഒരു മാഷുണ്ടായിരുന്നു കണക്ക് പഠിപ്പിക്കാൻ. പിന്നെ ഒരു ടീച്ചറുണ്ടായിരുന്നു ശാന്തവുമായി. ഈ സ്റ്റേറ്റ് റാങ്ക് കിട്ടിയ മാഷ് പഠിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ ക്ലാസ് നിശബ്ദമാകും. നിശബ്ദം എന്ന് പറഞ്ഞാൽ ആശ്രമത്തിലൊക്കെ പോയിട്ട് സ്വാമിമാര് ധ്യാനത്തിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എങ്ങനെ നിശബ്ദരാകുമോ അങ്ങനെ നിശബ്ദരാകും. കുട്ടികളെല്ലാവരും ഇങ്ങനെ. മാഷ് ആ ബ്ലാക്ക് ബോർഡിലേക്ക് തിരിഞ്ഞു നിന്ന് ഇങ്ങനെ 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 1 മണിക്കൂർ 45 മിനിറ്റ് അത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അതേ സമയത്ത് ശാന്തകുമാരി ടീച്ചർ വന്നു കഴിഞ്ഞാൽ ഈ മാഷ് സ്റ്റേറ്റ് റാങ്ക് കിട്ടിയാണെന്ന് മനസ്സിലാക്കണം. പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പവറില്ല, നോളജ് ഉണ്ട്. ടീച്ചർ വന്നു കഴിഞ്ഞാൽ ഉദാഹരണങ്ങളുടെ മേലെ ഉദാഹരണങ്ങളായി കണ്ണികളുടെ പെട്ടിയും അതൊക്കെ കൊണ്ട് കാണിച്ചു തരും. ഇതിങ്ങനെയാണ്, ക്യൂബ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരും. എങ്ങനെയാണ് അളക്കുക എന്നൊക്കെ കാണിച്ചു തരും. ഇതൊന്ന് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു MK മേനോൻ ഇതുപോലെയായിരുന്നു. അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടാണ് ക്ലാസ്സുകൾ എടുത്തിരുന്നത്.
അത് ഇന്ന് എന്റെ മനസ്സിൽ നിൽക്കുകയാണ്, ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നിൽക്കുകയാണ്. അപ്പൊ യഥാർത്ഥ ഗുരുവിന്റെ മഹത്വം രണ്ടാണ്. ഒന്ന്, അദ്ദേഹമായിട്ട് നോളജ് നിറച്ചു വെച്ചിരിക്കുന്നത് തലയായിരിക്കണം അദ്ദേഹത്തിൻ്റെത്. പിന്നെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, മറ്റുള്ളവരുടെ കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഈ രണ്ട് ഗുണങ്ങളില്ലാത്ത ഒരാളെ നമുക്ക് ഗുരു എന്ന് പറയാൻ പറ്റില്ല. അയാൾ വലിയവനാണ്, നല്ലവനാണ്. പക്ഷേ ഗുരു എന്നുള്ള നിലയ്ക്ക് മഹാവാക്യങ്ങളുടെ പ്രബോധനം നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോകുന്നു എന്നുള്ളതുകൊണ്ട് ഉള്ള ചെറിയ രൂപത്തിലുള്ള ലോപങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനുണ്ടാകുമെന്ന് സാരം. ഇവിടെ അതുകൊണ്ടാണ്, മാത്രമല്ല മറ്റു കുറെ ആളുകൾ നന്നായിട്ട് കാര്യങ്ങൾ പ്രകടിപ്പിക്കും, ഒരുപാട് ഉദാഹരണങ്ങൾ പറയും, ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കും, അതിൽ നിന്നിട്ട് ജനക്കൂട്ടത്തിനകത്തേക്ക് വാരി പതറും. പക്ഷെ അതിനകത്തൊന്നും ഉണ്ടാവില്ല. അവര് സമ്പ്രദായപ്രകാരം, അതിന്റെ നിയമപ്രകാരം ഗുരുമുഖത്തുനിന്ന് കാര്യം ഗ്രഹിച്ചവരായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ പുസ്തകം നോക്കിയിട്ട് ആ പുസ്തകത്തിനടിയിൽ എന്തെഴുതുന്നോ അത് അതുപോലെ പറയുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഞാനൊരിക്കൽ ഇതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ പോയ സമയത്ത് അവിടെ തിരുവനന്തപുരത്തു നിന്ന് വന്നൊരു മഹതി 18 ദിവസമാണ്, 18 ദിവസം കൊണ്ട് ഗീതയുടെ പണി തീർത്തു പറയാം. അവർ പറഞ്ഞത് ഗീത തീർത്തു എന്നാണ് പറയുന്നത്. 18 ദിവസം കൊണ്ട് പണി തീർത്തു. ഇത് ഞാൻ അറിയുന്നത്, ഞാൻ ഗീത പറയാൻ തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഗീതയുടെ ഇൻട്രൊഡക്ഷൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞു, സ്വാമിജി 18 ദിവസമല്ലേ ഗീത, 18 ദിവസം കൊണ്ട് അപ്പൊ 18 അധ്യായങ്ങൾ പറയുകയാണോ ചെയ്യുന്നത്? അല്ല, ഒരു അധ്യായത്തില് പറ്റാവുന്നോത്രയും ശ്ലോകങ്ങൾ തീർക്കും. അല്ല, ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്തത്. 18 ദിവസം കൊണ്ട്, ദാറ്റ് മീൻസ് 18 2 36 മണിക്കൂറിന്റെ ഗീത തീർത്തു വെച്ചു. അപ്പൊ ഞാൻ മനസ്സിൽ വെച്ചു, ഗീതയുടെ പണി തീർത്തു വെച്ചു. ഇതൊക്കെ അസമ്പ്രദായങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത് ശാസ്ത്രജ്ഞോപി അസമ്പ്രദായവിധ മൂർഖവത്ത് ഉപേക്ഷണീയ എന്ന് പറയുന്നത്. ഇപ്രകാരമുള്ള കാര്യങ്ങളെ കൊണ്ടാണ്. അപ്പൊ അവരെ അന്ധപരമ്പരയെ തീർക്കുന്നത്. അന്ധേനൈവ നിയമാന യഥാന്ത ആയതുകൊണ്ട് തന്നെ ഇവിടെ പറയുകയാണ്, സമ്പ്രദായത്തിൽപ്പെട്ട ഗുരുമൂർത്ത വിദ്യ അഭ്യസിച്ച് ഒരു ശ്രോത്രിയൻ, അദ്ദേഹം ബ്രഹ്മനിഷ്ഠൻ കൂടിയാകണം. അങ്ങനെയുള്ള ആള് ഉപദേക്ഷ്യന്തി ജ്ഞാനം, ആ ജ്ഞാനത്തെ നിനക്കായിട്ട് ഉപദേശിക്കും. ജ്ഞാനിനഹ പ്ലസ് തത്വദർശിനഹ, ജ്ഞാനി ശ്രോത്രിയൻ ആൻഡ് തത്വദർശി മീൻസ് ബ്രഹ്മനിഷ്ഠൻ. ജ്ഞാനിയെ നമുക്ക് ഇവിടെ വിലയിരുത്താൻ കഴിയുന്നത് നോളജുള്ള ഒരാള്, ശ്രോത്രി എന്നുള്ള നിലയ്ക്ക്. തത്വദർശി എന്ന് പറഞ്ഞാൽ അതിൽ മുഴുകി നൈഷ്ഠ്യ ബ്രഹ്മചാരിയായി ജീവിക്കുന്ന ബ്രഹ്മനിഷ്ഠൻ. അദ്ദേഹം അതിനുവേണ്ടി തന്നെ ജീവിക്കുകയാണ്, അതിലൂടെ ജീവിക്കുകയാണ്, അതിൽ മുഴുകി ജീവിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത്. അപ്പോ പഠിക്കാൻ വരുന്നയാൾക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ ഗുണം, ഇവിടെ ഗുരുകുല സമ്പ്രദായത്തില് അസാമാന്യ ബുദ്ധി ഉണ്ടാവലില്ല. അതുകൊണ്ട് എൻട്രൻസ് ടെസ്റ്റ് ഒന്നും അവിടെ ഇല്ല. അവിടെ വേണ്ടുന്നത് വിനയമാണ് വേണ്ടത്. ഈ വിദ്യ കരഗതമാക്കാനുള്ള ഉത്കടമായിട്ടുള്ളൊരു വ്യസനമാണ് അദ്ദേഹത്തിന് വേണ്ടത്. വിദ്യാവ്യസനിയായിരിക്കണം. അങ്ങനെയുള്ള ഒരാൾ മുമുക്ഷു, എനിക്ക് മോക്ഷം എന്തെന്നറിയണം, മോക്ഷമാർഗം എന്തെന്നറിയണം, ആ മോക്ഷവിദ്യ എനിക്കെന്തറിയണം, അത് മാത്രം. ആ ഒരു ഉത്കടവും തീവ്രവുമായിട്ടുള്ള ഒരു സ്പൃഹ, ഇതിനോടുള്ള സ്പൃഹ നല്ല അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോ അതിന്റെ ആകെ നമ്മളതിന്റെ കോർ പ്രോഗ്രാമത്തിൽ വിനയമുണ്ടാകണം. സാഷ്ടാംഗ നമസ്കാരം, ഗുരു ശുശ്രൂഷ. ഈ സാഷ്ടാംഗ നമസ്കാരത്തിലൂടെയും ഗുരു ശുശ്രൂഷയിലൂടെയാണ് നമ്മൾ ആ വിനയം പ്രകടിപ്പിക്കേണ്ടത്. അദ്ദേഹത്തിന് ആ വിനയം അവിടെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമാണല്ലോ ആ വിനയം. വിനയം അദ്ദേഹത്തിന്റെ സ്വഭാവമാണല്ലോ. ആ വിനയം അദ്ദേഹം ലോകത്തിലും അത് പ്രദർശിപ്പിക്കും. അതുകൊണ്ട് ആദ്യം ഇവിടെ പ്രദർശിപ്പിച്ചു കാണിക്കണം. ഒരു കശ്മലിനെ വിദ്യ പഠിപ്പിച്ചാലത്തെ സ്ഥിതി എന്തായിരിക്കും? അറഗന്റായിട്ടുള്ള ആളെ വിദ്യ പഠിപ്പിച്ചാലത്തെ സ്ഥിതി എന്തായിരിക്കും? പലപ്പോഴും പല വിദേശികളായിട്ടുള്ള ആളുകൾ അല്ലാത്ത ഇന്ത്യക്കാരുണ്ട്. ഓടി വന്നത് സ്വാമിയോട് പറയും, സ്വാമി ഞങ്ങൾക്ക് തത്വമസി ഒന്ന് പഠിപ്പിക്കണം. ശരി, നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. അല്ല സ്വാമിജി, സമയമില്ല, എന്ന് വൈകുന്നേരം തിരിച്ചു പോകണമെന്ന്. അപ്പൊ 1 മണിക്കൂർ കൊണ്ടാണ് തത്വമസി പഠിപ്പിക്കേണ്ടത്. തത് എന്താണ്, ത്വം എന്താണ്, അസി എന്താണ്, തത്വമസി എന്തിനെ കുറിക്കുന്നു, ഇതാണ് പഠിപ്പിക്കേണ്ടത്. ഇത് 1 മണിക്കൂറിന്റെ അയാൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. സ്വാമി എന്റെ ലിറ്ററൽ മീനിങ് പറഞ്ഞു തന്നാൽ മതി.
ഡയറക്റ്റ് മീനിങ് പറഞ്ഞു തന്നാൽ മതി. ബാക്കി ഞാൻ വെച്ച് കീച്ചിക്കൊള്ളാം എന്റെ നാട്ടിൽ പോയിട്ട്. എവിടെ ജോനസ്ബർഗിലോ മറ്റേത് വാൻകൂവറിലോ എവിടെയും പോയിട്ട് ബാക്കി ഞാൻ ചെയ്തോളാം എന്നാ പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ആളുകളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെന്താ പഠിക്കുക? ഇനി അവരെന്താ പഠിപ്പിക്കുക? അവരാണ് അന്ധപരമ്പരയെ തീർക്കുന്നത്. അവർക്ക് വിനയമില്ലാത്തവരാണ്. ഈ ഒരു കാര്യം കരഗതമാക്കാൻ വേണ്ടി ഋഷീശ്വരന്മാരുടെ കൽപ്പനകളെ, ആദേശോപദേശങ്ങളെ അതിനെ ഹൃദയസ്ഥമാക്കാൻ വേണ്ടി, അതിനെ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് ജന്മത്തിന്റെ ചെറിയൊരു ഭാഗം പോലും മാറ്റിവെക്കാൻ അവർ തയ്യാറില്ല. ഇതിന്റെ പേരിൽ വേദം വിറ്റ് ജീവിക്കുക എന്ന് പറയില്ലേ, ആ രീതിയിലുള്ളൊരു പ്രോഗ്രാമായിട്ട് ഒരുപാട് ആൾക്കാർ ആശ്രമപാഠങ്ങളിൽ കയറി ഇറങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള ആളുകളാണോ ഇവരെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ ശരി ഇവിടെ നിന്നോളൂ എന്ന് പറയും. ഒരു മാസം കഴിഞ്ഞു, അവിടെ ആഹാരം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, ആഹാരം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ചിലവർ ആഹാരം കഴിക്കുന്നു. അവിടെ സീനിയേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകളിൽ അവർ പോയിട്ട് വെറുതെ കേട്ടിരിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എല്ലാ ക്ലാസ്സിലും അവർ കയറിയിരിക്കും. അവർ ക്ലാസ്സിൽ കയറിയിരിക്കാനുള്ള അവകാശമൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ അവരുടെ മൂലയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കും. സംസ്കൃത ക്ലാസ് അടക്കം ഒന്നും മനസ്സിലാവില്ല. ഇത് അവിടെ കേട്ടുകൊണ്ടിരിക്കും. വേറെ കുറെ ആൾക്കാരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവർ ആഹാരം കഴിക്കുക, കിടന്നുറങ്ങുക, ആഹാരം കഴിക്കുക, കിടന്നുറങ്ങുക. അങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ച് 6 മാസം കഴിയുമ്പോൾ പറയും, കോഴ്സ് തുടങ്ങാറായിട്ടില്ല, സാധനം തുടങ്ങാറായിട്ടില്ല, ഇപ്പൊ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞങ്ങൾ അറിയിക്കാം. കാരണം അവർക്ക് ഇതൊരു താല്പര്യമില്ല. കിട്ടിയ അവസരം ഈ രീതിയിൽ അവര് ഉപയോഗിച്ചത് ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ. അതേ സമയത്ത് മറ്റു കുട്ടി എന്താ ചെയ്തത്? ആ കുട്ടി ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് തുളസി എന്ന അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. അദ്ദേഹം പഠിക്കാൻ വന്നു, എൻ്റെ സീനിയർ ആയിരുന്നു. അദ്ദേഹത്തെ ഞാൻ ആദ്യം അവിടെ ചെല്ലുന്ന സമയത്ത് കാണുന്നത് അദ്ദേഹം ചിക്കൻ പോക്സ് പിടിപെട്ട് കിടക്കുകയാണ്. അവർ 2-3 പേരുണ്ട്. അപ്പോൾ അവരെ വേറെ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്ന, വേറെ ദ്വീപിലേക്ക് മാറ്റിയപ്പോൾ അവരെ മാറ്റിയിരിക്കുകയാണ്. പക്ഷെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 10-40 ഏക്കറുള്ള എസ്റ്റേറ്റുള്ള സ്ഥലമാണ്. ഈ ആനകൾ സഞ്ചരിക്കുന്ന വഴിയിൽ കൂടെ ആരും അറിയാതെ ആ വഴിയിലൂടെ വന്നിട്ട് ഈ പഠിപ്പിക്കുന്ന ഹാളിന്റെ പുറത്തു വന്നിരിക്കും. ചിക്കൻ പോക്സ് പിടിച്ച ആളാണ്, പനിയെല്ലാം ഉണ്ട്, പറിച്ച് അവിടെ വന്നിരിക്കുക. എന്നിട്ട് പോലും ആ ക്ലാസ് അദ്ദേഹം കട്ട് ചെയ്തില്ല. ഇന്ന് അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ളൊരു സന്യാസിവര്യനാണ്. തിരുവനന്തപുരം ആസ്ഥാനമാക്കിയിട്ട് ലോകമെമ്പാടും അദ്ദേഹം താൻ കരഗതമാക്കിയ വിദ്യ പ്രസരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഒരു ഗുരുവിനോടെല്ലാം വിനയം, അതിലുപരി ഗുരുവിനോട് വിനയം വേണം, എല്ലാവരുടെയും വിനയം വേണം. അതിലുപരി ഈ ശാസ്ത്രത്തിന്റെ മുമ്പിൽ തലകുനിക്കാൻ അതിനുള്ളൊരു കഴിവ്, അതാണ് ഏറ്റവും വലിയ വിനയം. ഈ ശാസ്ത്രത്തെ ഏറ്റുവാങ്ങി അത് പുസ്തകത്തിലൊക്കെ ഇപ്പൊ കമ്പ്യൂട്ടർ നിറച്ചു വെച്ച് ആ സമയാസമയങ്ങളിൽ ഏറ്റുവാങ്ങി അതിനോടുള്ള മമത, അതാണ് ശുശ്രൂഷ. ശാസ്ത്രാഭ്യസനം അത് വിടാതെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും വലിയ ശുശ്രൂഷ, ഏറ്റവും വലിയ ഗുരു ശുശ്രൂഷ. ഒരു വ്യക്തി ഗുരുവാണ്. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളും ഗുരുക്കന്മാരാണ്. ആ വ്യക്തിയോടും നമ്മൾ സ്നേഹം കാണിക്കണം, അദ്ദേഹത്തോടും വിനയം കാണിക്കണം, അദ്ദേഹത്തെ നമ്മൾ ശുശ്രൂഷിക്കണം. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ അലമാരി ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ഇവന് 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് കിട്ടുന്നു. ആ പുസ്തകം, അദ്ദേഹം ഉപയോഗിക്കുന്ന പുസ്തകം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതെങ്ങനെയാണ് അത് പൊതിഞ്ഞു വെച്ചിട്ടുള്ളത്, അതെങ്ങനെയാണ് അടക്കി വെച്ചിട്ടുള്ളത്, ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം അറിയാൻ പറ്റും ഇവൻ എന്താണ് സൈസ് എന്നും. ഇതുപോലെ തന്നെ ഈ ഗുരു ശുശ്രൂഷയും വിനയവും ഗുരുവിനോടെന്ന പോലെ ഗുരുത്വമുള്ള പുസ്തകങ്ങളോട്, ഗുരുവായിട്ടുള്ള വലിപ്പകാര്യങ്ങൾ എഴുതിയ വലിപ്പമായിട്ടുള്ള കാര്യങ്ങൾ മോക്ഷവിദ്യ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളോടും ആ ഒരു ശുശ്രൂഷാഭാവം, വിനയഭാവം അത്യന്താപേക്ഷിതമാണ്. അപ്രകാരം തദ്വിദ്ധി, അപ്രകാരം ആ സത്യത്തെ സാക്ഷാത്കരിച്ചെടുക്കുന്നു. അടുത്ത ശ്ലോകം 35. യജ്ഞാത്വാന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യതോ മയി. യത് ജ്ഞാത്വാ ന പുനഃ മോഹം ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാനി അശേഷേണ ദ്രക്ഷ്യസി
ആത്മനി അധോ മയി. ഇത്രയാണ് ഇതിന്റെ പദച്ഛേദമായിട്ട് വരുന്നത്. ഭൂതാനി അശേഷേണ അവിടെ വരുന്നുണ്ട്. ദക്ഷ്യസി ആത്മനി അധോ, അതൊറ്റ വാക്കായിട്ടാണ് കിടക്കുന്നത്. പുനർമോഹം പുനഃമോഹം, ഇങ്ങനെയാണ് ഇതിന്റെ പദച്ഛേദം വരുന്നത്. പാണ്ഡവ, അല്ലയോ പാണ്ഡുപുത്രനെ, യത് ജ്ഞാത്വാ, യത് ജ്ഞാത്വാ, എന്തോന്നിനെ അറിഞ്ഞിട്ട്, യാതൊന്നിനെ അറിഞ്ഞിട്ട്, പുനഃ ഏവം മോഹം, വീണ്ടും ഈ മോഹത്തെ, ഈ വിധമുള്ള മോഹത്തെ, നയാസിസി, നീ പ്രാപിക്കാതിരിക്കുന്നുവോ. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ ഗുണങ്ങള് ഫലശ്രുതി പോലെ പറയുകയാണ്. ആദ്യമായിട്ട് മോഹിതാവസ്ഥ പോകും. ധർമാധർമ്മ അവിവേകം എന്നുള്ള പ്രശ്നം പിന്നെ അദ്ദേഹത്തിന് ഉദിക്കുന്നില്ല. ധർമ്മം എന്ത് അധർമ്മം എന്ത് എന്ന് ഡിസ്ക്രിമിനേറ്റ് പറയാനുള്ള ശേഷി അദ്ദേഹത്തിന് ഉണ്ടാവുന്നു. അതാണ് ആദ്യത്തെ ഗുണം. രണ്ടാമത് അതിന് ശേഷം ഏതൊന്നിനാൽ ഭൂതാനി അശേഷേണ, സർവഭൂതങ്ങളെയും ആത്മനി, ആത്മാവിൽ, ദൃക്ഷ്യസി, നീ കാണുന്നുവോ. അതിനുശേഷം മയി, പരമാത്മാവെങ്കിലും നീ കാണും. സർവഭൂതങ്ങളെയും ആത്മാവിൽ നീ കാണുന്നു, ആ ആത്മാവിനെ പരമാത്മാവെങ്കിൽ കാണുന്നു. അതായത് ഇതിനെയാണ് നമ്മൾ ആത്യന്തികമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുക. അപ്പൊ ആദ്യം മോഹം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു, പിന്നെ ജ്ഞാനം നമ്മളിലേക്ക് കടന്നു വരുന്നു. ആദ്യം നമ്മൾ സ്ലേറ്റ് വയ്ക്കും, വൃത്തിയാക്കുന്നു, എന്നിട്ട് അതിനകത്ത് എഴുതുന്നു. ഈ സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അന്തർമണ്ഡലമാണ്. ഈ അന്തർമണ്ഡലം പൊട്ടിയ സ്ലേറ്റ് ആവുമ്പോഴേ പിന്നെ എഴുതാൻ പറ്റൂ. അന്തർമണ്ഡലം സ്ലേറ്റാണ്, നമുക്ക് കുത്തിക്കോറി വരച്ചിട്ടിരിക്കുകയാണ്. തുടച്ചപ്പോ ആ ചോക്കൊക്കെ അവിടെ പരന്നു, എന്നിട്ട് അതിന്റെ മേലെ വീണ്ടും എഴുതി, വീണ്ടും ചോക്കൊക്കെ അവിടെ പരന്നു, അല്ലെങ്കിൽ പെൻസിൽ. പിന്നെ എഴുതിയത് മനസ്സിലാവില്ല, എന്താണ് എഴുതിയത് മനസ്സിലാവില്ല. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ നമ്മളുടെ സ്ലേറ്റൊക്കെയും ഭംഗിയായിട്ട് നമ്മൾ തുടയ്ക്കും, വെള്ളമൊഴിച്ച് തുടച്ച്, അല്ലെങ്കിൽ റബ്ബറിന്റെ ഒരു കട്ടയിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ എഴുതുക. ഇതുപോലെ ഈ അന്തർമണ്ഡലം കലുഷമായിരിക്കുമ്പോൾ അവിടെ കോറി വരച്ചിട്ടിരിക്കുകയാണ്. അവിടെ വേറൊരു ജ്ഞാനശകലം അവിടെ കയറി പറ്റില്ല. ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ആവശ്യമില്ലാത്ത മാലിന്യങ്ങൾ നീക്കം ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. ആദ്യം മോഹിതമായിട്ടുള്ള അവസ്ഥ ആദ്യം തന്നെ ഇല്ലാതാക്കി മാറ്റുന്നു, ഡെലൂഷൻ ഇല്ലാതാക്കി മാറ്റുന്നു, ഉള്ളകങ്ങളിലുള്ള അപദ്രവ്യങ്ങളെ പരിപൂർണമായിട്ട് മാറ്റുന്നു. ഒരു രോഗം വരുന്ന സമയത്ത് ഒരു ചികിത്സകന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, വൈദ്യന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ രോഗത്തിന് അപ്പം തന്നെ മരുന്ന് തരികയല്ല ചെയ്യുക. ആയുർവേദ പ്രക്രിയയിൽ ആദ്യം തന്നെ ഈ രോഗം, അപ്പൊ ചിലപ്പോൾ വാദം അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ, ക്ഷയരോഗം, വാദമൊക്കെ ഉള്ളിലാക്കി എടുക്കുക. അത് പുറത്തേക്ക് വരാൻ ഒരു സമയം പിടിക്കും. അപ്പൊ അങ്ങനെ ചെറുതായിട്ട് മുട്ടുവേദന ആരംഭിച്ചു. വേദത്തിന്റെ തുടക്കം, നല്ല വേദന, അതും വെച്ചുകൊണ്ട് കടന്നു 1 മാസം. പിന്നെ വേദന ഇത്തിരി കരച്ചിലായപ്പോൾ ഡോക്ടറെ കാണാൻ വന്നു, ആയുർവേദ ഡോക്ടറെ വന്നു, ആയുർവേദ വൈദ്യരെ കാണാൻ വന്നു. അദ്ദേഹം എന്ത് ചെയ്തു അറിയോ? അദ്ദേഹം ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് വരാൻ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കെട്ടുമെന്ന് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ആ വൈദ്യൻ ശരിയല്ല, ആയുർവേദ വൈദ്യൻ ശരിയല്ല. എന്ത് കോട്ടയ്ക്കല്, അദ്ദേഹം മരുന്ന് നോക്കുമ്പോൾ രോഗം കൂടിയെന്ന്. അത് രോഗം കൂടിയതല്ല, ഈ വരുന്ന ആൾക്കാരെ മുഴുവൻ ആയുർവേദം പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതിനകത്ത് ഒരു വാല് മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിന്റെ ഉള്ളിൽ കിടക്കുന്നത് നീർക്കോലിയാണോ, മൂർഖമ്പാമ്പാണോ, രാജവമ്പാലയാണോ എന്ന് അറിയണ്ടേ? വാദം അങ്ങനെയാണ്, ഉള്ളിൽ കിടക്കുകയാണത്. അപ്പോ അതിനെ പുറത്തേക്ക് ചാടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കായം കലക്കി ഒഴിക്കുന്ന പോലുള്ളൊരു മരുന്നാണ് കൊടുത്തത്. അപ്പൊ മനസ്സിലായി ഇന്ന സാധനമാണെന്ന്. അപ്പോ അപദ്രവ്യത്തെ ആദ്യമായിട്ട്, അതിനാണ് ശോധനം എന്ന് പറയുന്നത്, ശോധന ചികിത്സ. പരിശോധിക്കുകയാണ് എന്താണ്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നില, എന്താണ് രോഗം, ആ രോഗം എത്ര ശക്തമായിട്ട് അദ്ദേഹത്തിൽ കുടികൊള്ളുന്നുണ്ട് എന്നിത്യാദി കാര്യങ്ങൾ പരിശോധിക്കണമല്ലോ ആദ്യമായിട്ട്. അത് ആദ്യം പരിശോധിക്കുന്നു, എന്നതിന് ശേഷമാണ് അതിനെ സപ്രസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ശമന ചികിത്സ. ആദ്യം ശോധനം, പിന്നെ ശമനം. ശമനത്തിൽ പല പ്രക്രിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ ആദ്യം ധർമ്മ അധർമ്മ അവിവേകം ഇല്ലാതാക്കുക, മോഹത്തെ അകറ്റുക. അപ്പൊ അദ്ദേഹത്തിന് അന്തരംഗം ശുദ്ധമായി, ഒരു സബ്ലിമേഷൻ നിർവഹിച്ചു. ഇനി അവിടേക്കാണ് ആ ക്ലീൻ ആയിട്ടുള്ള അന്തരംഗം, അതിലേക്കാണ് നമ്മൾ ഈ ജ്ഞാനത്തെ കയറ്റിവിടുന്നത്. അതാണ് പറയുന്നത്, ആദ്യമായിട്ട് മോഹിതാവസ്ഥ പോകും. അപ്പൊ നിന്റെ അന്തർമണ്ഡലം ഗംഭീരതരമായല്ലോ, അതിനുശേഷം ജ്ഞാനം കൈവരും.
യത് ജ്ഞാത്വാ പുനഃ ഏവം മോഹം നയാസിസി. ഇങ്ങനൊരു കാര്യത്തെ പഠിച്ചാൽ, യാതൊന്ന് പഠിച്ചാലാണോ അതാണ് ഇത് എന്നാണ് പറയുന്നത്. അത് യാതൊന്നിനെ മനസ്സിലാക്കി കഴിഞ്ഞാലാണോ ഇതിന് മുമ്പുണ്ടായിരുന്ന മോഹം? യുദ്ധകളത്തിലാണ് നിൽക്കുന്നത്, മോഹിതമായിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. നഗാംക്ഷയെ വിജയം കൃഷ്ണ, ഞാൻ യുദ്ധം ചെയ്യാൻ പോലും തയ്യാറില്ലെന്ന് പറഞ്ഞൊരു ക്ഷത്രിയൻ പറഞ്ഞാത്ത സ്ഥിതി എന്താണ്? അദ്ദേഹത്തിന്റെ ധർമ്മം അതാണ്. പക്ഷെ അവിടെ അവിവേകിയായിട്ട് പോയി അവിടെ വെച്ചാ പറയുന്നത്. അപ്പോ ഇതറിഞ്ഞാൽ ആദ്യം മോഹിതമായിട്ടുള്ള അവസ്ഥ പോകും. അതിനുശേഷം എന്താ ഉണ്ടാകുന്നത്? ഏന ഭൂതാനി അശേഷേണ ആത്മനി ദ്രക്ഷ്യസി, സർവഭൂതങ്ങളെയും നീ നിന്റെ ആത്മാവിൽ കാണും. അതിനുശേഷം ആ ആത്മാവിനെ നീ എന്നിലും കാണും സമ്പൂർണമായി. ആ ജ്ഞാനം കൈവന്നു. ഇതാണ് ഇതുകൊണ്ടുള്ള ഗുണം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.